എല്ലാവർക്കും DSable കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിന്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു മുരിങ്ങാക്കായ മസാലയാണ്. ഇപ്പൊ മുരിങ്ങാക്കായയുടെ സീസൺ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വീട്ടിൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആയിട്ട് മാറിയിട്ടുണ്ട് ഈ മുരിങ്ങാക്കായ. എപ്പോഴും ഒരേ ടേസ്റ്റിൽ തന്നെ നമ്മൾ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത് മടുത്തു പോകാറുണ്ട്. അപ്പൊ ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മുരിങ്ങക്കായ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഒരു 8 ചെറിയുള്ളിയും 2 ഗ്രാമ്പൂ, 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ തേങ്ങ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന്റെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇതിന്റെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ദേ നമ്മുടെ തേങ്ങ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു പാന് ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് ജീരകം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് സവാള നന്നായി സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇതിന്റെ സവാള ഇവിടെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളി ഇവിടെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ വേണ്ട ഇതിവിടെ തിളച്ചു വരുന്നുണ്ട്. ഈ സമയം നമുക്ക് മുരിങ്ങാക്കായ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇടയ്ക്ക് നമുക്കിത് ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും ഇത് അടച്ചു വെക്കണം. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങാക്കായൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ മുരിങ്ങാക്കായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാം. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.